സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുവാൻ പോകുന്ന മണ്ഡലങ്ങൾ അടൂർ, തിരുവല്ല. നമുക്ക് ആദ്യമായി അടൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാം. LDF സ്ഥാനാർത്ഥി പ്രിജി ശശിധരൻ, UDF സ്ഥാനാർത്ഥി ശാന്തകുമാർ, NDA സ്ഥാനാർത്ഥി പന്തളം പ്രതാപൻ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി 42.73% വോട്ട് വിഹിതം നേടി ജയിച്ച മണ്ഡലമാണ് അടൂർ. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 പ്രാഥമിക ഘടകങ്ങളിൽ അടൂരിലെ സമ്മതിദായകർ എങ്ങനെ വിലയിരുത്തുന്നുവെന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് LDFനാണ് 1ാം സ്ഥാനം, UDF 2ാം സ്ഥാനം. ബാക്കി എല്ലാ ഘടകങ്ങളിലും യുവജന പിന്തുണ, വോട്ടർമാരുടെ വിശ്വാസ്യത, നേതൃപാഠവും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ ഘടകങ്ങളിലെല്ലാം UDF ആണ് 1ാം സ്ഥാനത്ത്, LDF 2ാം സ്ഥാനത്ത്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക നടത്തിയ വിശകലനമായ പഠനത്തിനെ ആധാരമാക്കി നമുക്ക് നോക്കാം അടൂർ നിയമസഭാ മണ്ഡലം 2026 ആര് ജയിക്കും. ഇവിടെ UDF സ്ഥാനാർത്ഥിക്ക് വ്യക്തമായ ഒരു ഭൂരിപക്ഷമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. 44.5% വോട്ട് വിഹിതം. LDF സ്ഥാനാർത്ഥിക്ക് ഏകദേശം 35% വോട്ട് വിഹിതവും NDA സ്ഥാനാർത്ഥിക്ക് 21% വോട്ട് വിഹിതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇനി നമുക്ക് തിരുവല്ല നിയമസഭാ മണ്ഡലത്തിലേക്ക് പോകാം. LDF സ്ഥാനാർത്ഥി മാത്യു ടി തോമസ്, UDF സ്ഥാനാർത്ഥി വർഗീസ് മാമൻ, NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്യു ടി തോമസ് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഏകദേശം 45% വോട്ട് വീതം നേടി LDFന് നേടിക്കൊടുത്ത മണ്ഡലമാണ് തിരുവല്ല. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളിൽ എങ്ങനെ തിരുവല്ലയിലെ സമ്മതിദായകർ ഓരോ മുന്നണിയെയും വിലയിരുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് UDFനാണ് 1ാം സ്ഥാനം, 2ാം സ്ഥാനം LDFന്. യുവജന പിന്തുണയിലാകട്ടെ LDF ആണ് 1ാം സ്ഥാനത്ത്, UDF 2ാം സ്ഥാനത്ത്. മറ്റ് 3 ഘടകങ്ങളിലും വോട്ടർമാരിലുള്ള വിശ്വാസ്യത, നേതൃപാഠവും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, UDF ആണ് 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്, LDF 2ാം സ്ഥാനത്ത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക AI നടത്തുന്ന വിശകലനത്തിനെ ആധാരമാക്കി നമുക്ക് നോക്കാം തിരുവല്ല ആര് ജയിക്കും, ആര് പരാജയപ്പെടും. ഇവിടെ വ്യക്തമായ UDF മുന്നേറ്റമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഏകദേശം 46% വോട്ട് വിഹിതവും LDF സ്ഥാനാർത്ഥിക്ക് 34% വോട്ട് വിഹിതവും NDA സ്ഥാനാർത്ഥിക്ക് 21% വോട്ട് വിഹിതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇതുവരെ സെമിയോട്ടിക്ക നിങ്ങൾക്കായി പ്രവചിച്ചിരിക്കുന്നത് 91 നിയമസഭാ മണ്ഡലങ്ങളാണ്. കാസർഗോഡ് ഒരു UDF നേരിയ മുന്നേറ്റമാണുള്ളത്. കണ്ണൂര് LDF ആണ് മുന്നേറി നിൽക്കുന്നത്. കാസർഗോഡ് വ്യക്തമായിട്ടുള്ള UDF മുന്നേറ്റമാണ്. വയനാട് ഏകദേശം സമാസമം എങ്കിലും അവിടെ UDFന് ചെറിയൊരു മുന്നേറ്റമുണ്ട്. മലപ്പുറത്ത് വ്യക്തമായിട്ടുള്ള UDF മുന്നേറ്റമാണ്. തിരുവനന്തപുരത്താകട്ടെ LDFന് വ്യക്തമായിട്ടുള്ള മുന്നേറ്റമുണ്ട്. അവിടെ NDAക്ക് ഏകദേശം 2 മുതൽ 3 സീറ്റ് നേടുവാൻ സാധ്യതയുണ്ട്. വീണ്ടും കാസർഗോഡ് മഞ്ചേശ്വരത്തില് NDA ജയിക്കുവാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ഇനി മറ്റ് മണ്ഡലങ്ങൾ, മറ്റ് ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുള്ള മണ്ഡലങ്ങൾ, അവിടുത്തെ നിലവിലത്തെ സാഹചര്യം സെമിയോട്ടിക്ക ഇങ്ങനെയാണ് പ്രവചിക്കുന്നത്. UDFന് 13 മുതൽ 14 സീറ്റ്, LDFന് 13 മുതൽ 14 സീറ്റ്, NDAക്ക് 1 മുതൽ 2 സീറ്റ്. മൊത്തം 91 നിയമസഭാ മണ്ഡലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ UDFന് 46 മുതൽ 52 സീറ്റും, LDFന് 34 മുതൽ 42 സീറ്റും, NDAക്ക് 3 മുതൽ 6 സീറ്റും ലഭിക്കും എന്നുള്ളതാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ ഉടൻ എത്തുന്നതായിരിക്കും. Until then, we are signing off. Thank you everyone.